ഏപ്രിൽ 9 നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളുമൊക്കെ. ഏപ്രിൽ 9. അപ്പം കേരളം ഇനിയിപ്പോൾ പുതിയൊരു ഇതിലോട്ട് പോവുകയാണ്. ഞാൻ സാധാരണ എല്ലാ കാര്യങ്ങളും ഓരോ സ്ഥലത്തെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഇതുവരെ ഉള്ള ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ 60%, അതായത് ഒരു 55% LDF ഭരണം വരാൻ ചാൻസ് ഉണ്ട്. 45% കോൺഗ്രസ്. ആ ഒരു ലെവലിലോട്ടായി. ആ വയനാട്ടിലെ ആ ഒരു വീടും കാര്യങ്ങളും വന്ന സമയത്ത് കുറേ ആൾക്കാരങ്ങ് തെറ്റിദ്ധരിച്ചെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഇവിടുത്തെ സർക്കാരിൻ്റെ കയ്യിൽ നിന്നിട്ട് എല്ലാം ചെയ്ത് എന്നുള്ള രീതിയിലാണ് ആ വീട് വെച്ച് കൊടുത്തതിൻ്റെയൊക്കെ. അത് നമ്മുടെ ജനങ്ങളുടെ പൈസയ്ക്ക് സർക്കാർ ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതവർ ചെയ്തു. നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇച്ചിരി ഗ്രാഫ് കയറിയിട്ടുണ്ട് LDF സർക്കാരിന്. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. എന്തായാലും ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ലെന്നാണ് ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം 10 വർഷം കൊണ്ട് ഇവിടെ അനുഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എന്തായാലും നമുക്ക് 9-ാം തീയതി ഇലക്ഷനും കാര്യങ്ങളും ഒക്കെയാണ്. എന്തായാലും പുതിയൊരു തുടക്കം വരട്ടെ. ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. രാഹുലിൻ്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ, ഇപ്പോൾ പൊളിറ്റിക്സ് അല്ലേ, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എന്തായാലും സബ് ചെയ്ത് വെച്ചു, നിങ്ങൾക്ക് ആവശ്യം വന്നിരിക്കും. എന്തായാലും രാഹുലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുക. രാഹുൽ പാലക്കാട് നിൽക്കണം എന്ന് താല്പര്യമുള്ളവർ മാത്രം ലൈക്ക് അടിക്കുക, അല്ലാതെ ഒരു കമൻറ്റ് ചെയ്തു. എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചായിരുന്നു. രാഹുലിൻ്റെ അടുത്ത് ആയിട്ടുള്ളവരും നമുക്കും വേണ്ടപ്പെട്ടവരാണ്, സുഹൃത്തുക്കളൊക്കെയാണ്. കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഒന്നാമത് കാരണം ഞാൻ നേരത്തെ പാർട്ടിയിലൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ, ഞാൻ ചുമ്മാതെ ഓരോരുത്തന്മാർ വന്നിട്ട് ഇങ്ങനെ രാഹുലിൻ്റെ അതാണ് ഇതാണ് മറ്റൊന്ന് കൊണയടിക്കുന്ന കുറേ അവന്മാരുണ്ട്, യൂട്യൂബേഴ്സിനാണെങ്കിൽ പോലും ചുമ്മാ വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. രാഹുൽ ഇലക്ഷന് മത്സരിക്കില്ല എന്നാണ് ഞാൻ അറിഞ്ഞേക്കുന്നത്. അത് കുറച്ച് മുമ്പുള്ള വരെ തീരുമാനം. ഇനിയിപ്പോൾ മാറോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ പാർട്ടി പറയുവാണെങ്കിൽ മാത്രമേ അയാൾ ഇലക്ഷന് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ അയാൾ ഇലക്ഷന് നിൽക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ഈ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്ത് നിൽക്കത്തില്ല. ഇപ്പോഴും അദ്ദേഹം ഉറച്ചൊരു കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കുന്നത്. പാർട്ടി മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതനുസരിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും ഇവിടുത്തെ ഭരണം നമുക്ക് തിരിച്ചു പിടിക്കണം എന്നാണ് രാഹുലിൻ്റെ ആഗ്രഹം. ഇപ്പം കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ രാഹുലിനെ എടുത്ത് മാറ്റി എന്നുള്ളൊരൊറ്റ നെഗറ്റീവേ ഉള്ളൂ ഈ വരാൻ പോകുന്ന ഇലക്ഷനില്ല കോൺഗ്രസിനുള്ളത്. അപ്പം രാഹുലിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അവരോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ രാഹുൽ ആഗ്രഹിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയേണ്ടത്. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കളിച്ച് അവസാനം വീണ്ടും ഇതേ ആൾക്കാർ തന്നെ ഭരണത്തിലോട്ട് വരുന്നതിനായിരിക്കും വല്ല യോജിപ്പും കാര്യങ്ങളും ഇല്ല. നിങ്ങളും അങ്ങനെ ചിന്തിക്കണം, ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ പഠിക്കണം. അതാ വേണ്ടത്. രാഹുലിൻ്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുക്കുക, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. എന്നാലും ഇലക്ഷൻ പ്രഖ്യാപനം ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് കണ്ടറിയാം. പിന്നെ മെയ് 4 വോട്ടെണ്ണലും കാര്യമൊക്കെ. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു വീഡിയോയിലോട്ടൊക്കെ പോവാം. Just in one phase, and the polling shall take place on 9th of April, Thursday, 2026. The counting shall be on 4th of May. All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday. And counting shall be on the same day, that is 4th May 2026. ഏപ്രിൽ 9 കേരളത്തിൽ തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 9 വ്യാഴാഴ്ച കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് വന്നിരിക്കുകയാണ്. ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ്, മെയ് 4-ാം തീയതി വോട്ടെണ്ണൽ. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആര് 2026 തോക്കും? 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് തിരിച്ചു വരുമോ? അതോ LDF സർക്കാർ തന്നെ തുടരുമോ? അതോ BJP? ഒരിക്കലും വരത്തില്ല. അത് വേറെ കാര്യങ്ങൾ. ഒരു സീറ്റ് പോലും കിട്ടല്ലേ അവന്മാർക്ക് എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. പിന്നെ പാലക്കാട് രാഹുലിനെ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പം BJPക്ക് വോട്ട് കൊടുക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ശോഭ ആണെങ്കിൽ ചിലപ്പം ഒരു പക്ഷേ ചിലപ്പോൾ 500, 300, 200 വോട്ടിന് ചിലപ്പോൾ തോറ്റുന്നിരിക്കും. അവിടെ LDF കയറാൻ ചാൻസ് ഉണ്ട്. ശോഭയ്ക്കും നല്ല വോട്ട് കയറും, ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ.
പിന്നെ ഹരിപ്പാട് രമേശ് ചെന്നിത്തല നിൽക്കുകയൊക്കെ ചെയ്യാൻ പോകുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ജയിക്കും. പിന്നെ ദേവി ചെയ്തിട്ട് ഈ രാഹുലിന്റെ വിഷയം അതും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് വോട്ട് കൊടുക്കത്തില്ലെന്നൊന്നും പറയുകയൊന്നും ചെയ്യരുത് ആരും. VD സതീശന്റെ കാര്യമാണെങ്കിൽ പോലും അദ്ദേഹം ജയിക്കും. രാഹുലിന്റെ വിഷയം വെച്ചിട്ട് അദ്ദേഹത്തിനെ ഇത് ചെയ്യാതിരിക്കുക. കാരണം ഇവിടെ കോൺഗ്രസിന് ഭരണം വേണം. 10 വർഷം കൊണ്ട് ഇവിടെ ആൾക്കാർ മടുത്തടേ. ആദ്യത്തെ 5 വർഷത്തെ ഭരണം പിന്നെയും കുഴപ്പമില്ലെങ്കിൽ പോലും രണ്ടാമത്തെ ഭരണത്തിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എനിക്കെന്നല്ല, മലയാളികൾക്ക് ഒരാൾക്ക് പോലും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4th of May. ഇലക്ഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കേരളത്തെ സംബന്ധിക്കുന്ന ഇലക്ഷൻ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഓക്കെ നമുക്കിനി കോൺഗ്രസ് നേതാവ് പറയുന്ന വീഡിയോ ഒന്ന് വെച്ച് തരാവേ. നല്ലൊരു അന്തരീക്ഷമാണ്. ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്. പ്രതിപക്ഷ നേതാവും ദേശീയ നേതാക്കളും സൂചിപ്പിച്ചതുപോലെ മിനിമം 100 സീറ്റ് ലഭിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടിയാണ് UDF മുന്നോട്ട് നീങ്ങുന്നത്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്നിപ്പോൾ ഇലക്ഷൻ ഡേറ്റ് പ്രഖ്യാപിക്കുകയാണ്. അത് കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ UDFന്റെ സ്ഥാനാർത്ഥികൾ രംഗത്ത് വരും. ഞാൻ അവിടെ തന്നെയാണ് കുറേ ദിവസമായിട്ട്. ഞാൻ പാർട്ടി പറഞ്ഞ് മാറി മത്സരിച്ചപ്പോഴും എൻ്റെ വോട്ട്, എൻ്റെ സ്ഥിരതാമസം, സ്ഥിര അഡ്രസ്സ് ഇതെല്ലാം കവടിയാറിലുള്ള എൻ്റെ ഇപ്പോഴത്തെ വീട്ടിൽ തന്നെയാണ്. അത് വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിലാണ്. 2012 മുതൽ ഇന്ന് വരെ ഞാൻ അവിടുത്തെ വോട്ടർ കഴിഞ്ഞ. തീർച്ചയായും മാതാപിതാക്കളുടെ ആത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ മലയാള മാസം 1-ാം തീയതിയാണ് ഗുരുവായൂർ ദർശനം. മാതാപിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രദേശത്തിൻ്റെ അവിടെ ചെന്ന് പ്രാർത്ഥന, ഇത് രണ്ടുമാണ് ഇന്നത്തെ വരവ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെയാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ വരാൻ കഴിയും. അല്ല, വട്ടിയൂർക്കാവിലൊരു സാധാരണ രീതിയിൽ ശക്തമായ ത്രികോണ മത്സരം വരേണ്ടതാണ്. പക്ഷെ ഇത്തവണ മുരളീധരനെ തോൽപ്പിക്കുക എന്നുള്ള BJP അജണ്ട വെച്ച് നോക്കുമ്പോൾ UDF LDF മത്സരമാവാനാണ് സാധ്യത. ഞാൻ ആരും വില കുറച്ച് കാണുകയല്ല. അത് പാർട്ടിയുടെ നയം പ്രഖ്യാപിച്ചല്ലോ. മുരളീധരനെ എന്ത് വില കൊടുത്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം എന്ന് പറയുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിക്ക് പ്രസക്തിയില്ലല്ലോ. സ്ഥാനാർത്ഥികളെല്ലാം ഞാൻ തുല്യ നിലയിൽ തന്നെയാണ് കാണുന്നത്. ഞാൻ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിലും എതിർ സ്ഥാനാർത്ഥികളെ ഞാൻ വില കുറച്ച് കണ്ടിട്ടില്ല. അതെ, അതിപ്പോ എന്താണെങ്കിലും 48 മണിക്കൂർ കഴിയുമ്പോൾ 140 നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുണ്ടാവും UDFന്റെ. അങ്ങനെയല്ല, അതൊക്കെ ഓരോന്ന് ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനം എടുക്കാൻ. പല ഘടകങ്ങളും ചർച്ച ചെയ്യേണ്ടി വരും. 48 മണിക്കൂറിനുള്ളിൽ UDFന്റെ ഫുൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നുള്ള രീതി സംസാരിക്കുന്നുണ്ട്. കണ്ടറിയാം. ചെറുപ്പക്കാർ വന്നേ പറ്റത്തുള്ളൂ. കാരണം ഒരുപാട് കഷ്ടതകൾ ഇപ്പം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഒരുപാട് ആനുകൂല്യങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഈ പെൻഷനും അതും ഇതും ഒക്കെ 10, 200, 300 കൂട്ടിയെന്നും പറഞ്ഞിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്ത് ചെയ്യാനാന്ന് പറ. പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ ഇവിടുത്തെ പാവങ്ങളെ, പറ്റിച്ചോണ്ടിരിക്കുകയല്ലേ. കുറേയൊക്കെ മാറ്റങ്ങൾ വരണം. കുറേയൊക്കെ മാറ്റങ്ങൾ വരാതെ ഒരു കാര്യം നടക്കത്തില്ല. എന്തായാലും മുരളീധരൻ എനിക്ക് തോന്നുന്നു നമ്മുടെ IPS ശ്രീലേഖയായിട്ടായിരിക്കും മത്സരിക്കാൻ പോകുന്നത്. എന്തായാലും കറക്റ്റ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് 48 മണിക്കൂറിനുള്ളിൽ അറിയാൻ കഴിയുമല്ലോ. എന്തായാലും കോൺഗ്രസ് തന്നെ ഭരണത്തിൽ വരണം. എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നടിച്ച് പറയുന്നതാണ്. പിന്നെ ഞാൻ പറയുന്ന പോലെ ഒരു 65% 55% LDFന് മുൻതൂക്കമുണ്ട്. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഞാൻ എല്ലാം ഇരുന്ന് നോക്കുന്നൊരു വ്യക്തിയായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇതൊരു ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണെന്ന് വെച്ചാൽ രാഹുൽ മത്സരിക്കില്ല എന്നുള്ള ഇതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു ട്വിസ്റ്റ് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാം. ബൈ, ലവ് യു.